നമസ്കാരം. ഇന്ന് സംഭവിച്ച വാർത്തകൾ വിശദമായി പരിശോധിക്കുന്ന ഇന്ന് സംഭവിച്ചത് എല്ലാ പ്രേക്ഷകരിലേക്കും എത്തിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യ വാർത്തയിലേക്ക്. മലയാള സിനിമയെ പിടിച്ചുലച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത്. റോൾ വേണമെങ്കിൽ കിടക്ക പങ്കിടണമെന്നും മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മലയാള സിനിമാ രംഗത്ത് സ്ത്രീകൾക്കെതിരായ പീഡനങ്ങളും വിവേചനങ്ങളും തുറന്നു കാട്ടുന്ന റിപ്പോർട്ട് ഞെട്ടിക്കുന്ന വിവരങ്ങൾ നിറഞ്ഞതാണ്. ലഹരിയുടെ ഉന്മാദത്തിൽ നടിമാർ താമസിക്കുന്ന മുറിയുടെ വാതിലിൽ ചെന്ന് മുട്ടുന്ന സിനിമയിലെ പുരുഷന്മാർ കേവലം കെട്ടുകഥയല്ല. റോൾ കിട്ടാൻ ലൈംഗിക താൽപര്യങ്ങൾക്ക് വഴങ്ങേണ്ടി വരുന്നതും മലയാള സിനിമയിലെ യാഥാർത്ഥ്യം. റിപ്പോർട്ടിന്റെ 55-56 പേജുകളിലാണ് സിനിമയിലെ ലൈംഗിക ചൂഷണത്തിന്റെ നടുക്കുന്ന വിവരങ്ങൾ. പറഞ്ഞുകേട്ട കാസ്റ്റിംഗ് കൗച്ച് മലയാള സിനിമയിലെ യാഥാർത്ഥ്യമാണെന്നാണ് ഹേമ കമ്മിറ്റിയുടെ കണ്ടെത്തൽ. സിനിമയിലെ റോളിന് പകരം ചോദിക്കുന്നത് സ്ത്രീകളുടെ ശരീരം. സിനിമയിൽ ഇഴുകിച്ചേർന്നഭിനയിച്ചാൽ സിനിമയ്ക്ക് പുറത്തും അങ്ങനെയെന്ന് ചിന്തിക്കുന്ന പുരുഷന്മാരുണ്ട്. അതിനാൽ പരസ്യമായി കിടക്ക പങ്കിടാൻ പലരും നാണക്കേടില്ലാതെ ആവശ്യപ്പെടുന്നു. കൂടുതൽ സിനിമകളിൽ അവസരം നൽകാമെന്ന് പറഞ്ഞാണ് കിടക്ക പങ്കിടാനുള്ള ക്ഷണം. ഇതെല്ലാം തുറന്നു പറഞ്ഞാൽ അവസരം ഇല്ലാതാകും, സിനിമയിൽ നിന്ന് മാറ്റി നിർത്തും. താൽപര്യങ്ങൾക്ക് വഴങ്ങാത്ത ഒരാളെ ആലിംഗനം ചെയ്യുന്ന സീൻ ഷൂട്ട് ചെയ്യിപ്പിച്ചത് 17 തവണയാണ്. നഗ്നത പകർത്താൻ നിർബന്ധിക്കുന്നുവെന്നാണ് മറ്റൊരു നടിയുടെ മൊഴി. സഹകരിക്കുന്ന നടിമാർക്ക് കോഡ് പേര് കോപ്പറേറ്റീവ് ആക്ടേഴ്സ് എന്നാണ്. വേട്ടക്കാരിൽ ഉന്നത സ്ഥാനത്തുള്ളവർ വരെയുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഇടനിലക്കാരായി നിൽക്കുന്നവർ വേറെയും. പല വിഗ്രഹങ്ങളും ഉടഞ്ഞു വീഴും. അശ്ലീല ഭാഷയിൽ ഓൺലൈൻ ആക്രമണം സ്ത്രീകൾ നേരിടേണ്ടിവരുന്നു. സ്വകാര്യ ഭാഗങ്ങളും പോൺ ചിത്രങ്ങളും പ്രദർശിപ്പിക്കുന്നതും പതിവ് സംഭവം. ഇത്തരം വേട്ടക്കാർ നടിമാർക്ക് അയച്ചു നൽകിയ ലൈംഗിക ചിത്രങ്ങളുടെ തെളിവുകളും കമ്മിറ്റിക്ക് ലഭിച്ചു. പോക്സോ പോലും ചുമത്തേണ്ട കുറ്റകൃത്യങ്ങളുണ്ടെന്നും അനുഭവസാക്ഷ്യങ്ങൾക്കിടെ വിങ്ങലുകൾ കേട്ടെന്നും റിപ്പോർട്ടിൽ ഹേമ കമ്മിറ്റി പറയുന്നുണ്ട്. 24 തിരുവനന്തപുരം. ചൂഷണങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നവർ അതിക്രൂരമായ പ്രതികാര നടപടി നേരിടുന്നുവെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നു. പ്രതികരിക്കുന്നവരെ നശിപ്പിക്കാനായി മാത്രം പ്രത്യേക കോക്കസ് പ്രവർത്തിക്കുന്നുണ്ട്. താരങ്ങളുടെ ആരാധകരിൽ ഭീഷണി ഭയന്ന് മിണ്ടാതിരിക്കുന്നവരും ഏറെയുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട്. മലയാള സിനിമയിലെ ഞെട്ടിക്കുന്ന പിന്നാമ്പുറ കഥകളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പുറത്തുവന്നത്. മോശം പ്രവണതകൾക്കെതിരെ പ്രതികരിക്കുന്നവരെ നശിപ്പിക്കാനായി മാത്രം പ്രത്യേക കോക്കസ് പ്രവർത്തിക്കുന്നുണ്ട്. ഉപദ്രവിക്കാൻ പല വഴികളുണ്ട്. പരാതി പറയുന്നവർക്കെതിരെ സമൂഹമാധ്യമങ്ങളിലൂടെ അധിക്ഷേപവും തൊഴിൽ നിഷേധവും. മോശം ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചാണ് പ്രധാന ആക്ഷേപം. അശ്ലീല ഭാഷയിൽ ഓൺലൈൻ ആക്രമണവും സജീവം. താൽപര്യത്തിന് വഴങ്ങാത്തവരെ റീടേക്കുകൾ എടുത്ത് ഉപദ്രവിക്കും. ആലിംഗന രംഗം 17 തവണ ഷൂട്ട് ചെയ്യേണ്ടി വന്ന മോശം അനുഭവം ഒരു നടി കമ്മിറ്റിക്ക് മുന്നിൽ വെളിപ്പെടുത്തി. സ്ത്രീയുടെ ശരീരത്തെ മോശമായ രീതിയിൽ വർണ്ണിച്ചുള്ള പരിഹാസങ്ങൾ മറ്റൊരു പ്രതികാര രീതി. ജീവന് വരെ ഭീഷണി ഉണ്ടാക്കുന്ന സന്ദർഭങ്ങളുമുണ്ടെന്ന് ചില നടിമാർ മൊഴി നൽകി. WCCയിൽ അംഗത്വമെടുത്തതുകൊണ്ട് മാത്രം സിനിമയിൽ നിന്നും പുറത്താക്കാൻ ശ്രമം നടന്നെന്ന് ചില നടിമാർ വെളിപ്പെടുത്തി. പുരുഷന്മാർക്കും പ്രതികാര നടപടിയെന്നോണം വിവേചനം നേരിടേണ്ടി വരുന്നു. തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവരെ വിലക്കുന്നതാണ് രീതി. ഉപദ്രവം പുറത്തു പറഞ്ഞാൽ കുടുംബം തകർക്കാൻ വരെ ശേഷിയുള്ളവരാണ് ഇവരെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നു. പട്ടിണിക്കിട്ടുള്ള പ്രതികാരവും സിനിമാ സെറ്റുകളിലുണ്ടെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ഇതിൽ പലരും ജൂനിയർ ആർട്ടിസ്റ്റുകളാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. തിന്മയ്ക്കെതിരെ നേരിനു വേണ്ടി നിൽക്കുന്ന നായകൻ്റേതാണ് സിനിമയ്ക്കകത്തെ പ്രതികാരം. സ്വന്തം അവകാശങ്ങളെക്കുറിച്ച് ബോധ്യമുള്ള ആത്മാഭിമാനമുള്ള സ്ത്രീകൾക്കെതിരെയാണ് സിനിമയ്ക്ക് പുറത്തെ പ്രതികാരം. അമ്പോ എന്തൊരു വിചിത്രം. സലിം മാലിക്, 24 തിരുവനന്തപുരം. റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാൻ ഹൈക്കോടതിയിൽ നടന്നത് തിരക്കിട്ട നീക്കങ്ങൾ. ഹർജി ഡിവിഷൻ ബെഞ്ച് മണിക്കൂറുകൾക്കകം സിംഗിൾ ബെഞ്ചിൽ എത്തിയിട്ടും ഹൈക്കോടതി നിലപാട് കടുപ്പിച്ചതോടെ നിയമയുദ്ധം പാളി. പിന്നാലെ 4.5 വർഷത്തിനു ശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെളിച്ചം കണ്ടു. അത്യന്തം നാടകീയത നിറഞ്ഞതായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഇന്നത്തെ കോടതി നടപടികൾ. സിനിമയിലെന്ന പോലെ ആദ്യാവസാനം അടിമുടി സസ്പെൻസ്. രാവിലെ 10-ന് ആരംഭിച്ച നടപടികളിൽ ട്വിസ്റ്റോട് ട്വിസ്റ്റ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാമെന്ന സിംഗിൾ ബെഞ്ച് വിധിക്ക് പിന്നാലെ അപ്രതീക്ഷിത ഹർജി നടി രഞ്ജിനിയുടെ വക. ഹർജി എത്തിയത് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖിന്റെ ഡിവിഷൻ ബെഞ്ചിൽ. സജിമോൻ പാറയിലും ഇതിനിടെ അപ്പീലുമായി കോടതിയെ സമീപിച്ചു. പിന്നാലെ എല്ലാ കണ്ണുകളും ഹൈക്കോടതിയിലേക്ക്. രാവിലെ 11-ന് കേസെടുത്ത കോടതി രഞ്ജിനിയുടെ ഹർജി തള്ളി സിംഗിൾ ബെഞ്ചിനെ തന്നെ സമീപിക്കാൻ നിർദ്ദേശിച്ചു. സജിമോൻ പാറയിലിന്റെ ഹർജി 21-ലേക്ക് മാറ്റുകയും ചെയ്തു. ഇതോടെ
സർക്കാർ 2:30-ക്ക് റിപ്പോർട്ട് പുറത്തുവിടാൻ തീരുമാനിച്ചു. 1 മണിക്കൂറിനുള്ളിൽ നടിയുടെ അഭിഭാഷകൻ പുതിയ ഹർജിയുമായി സിംഗിൾ ബെഞ്ച് മുൻപാകെ എത്തി. 2 മണിക്ക് ഹർജി പരിഗണിച്ചെങ്കിലും റിപ്പോർട്ടിന് സ്റ്റേ അനുവദിച്ചില്ല. ഇതോടെ നിയമ തടസ്സം നീങ്ങി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തെത്തി. സജിമോൻ പാറയിലിന്റെ ഹർജി വന്നപ്പോൾ തന്നെ വ്യക്തമായിരുന്നു കോടതിയുടെ നിലപാട്. വാദത്തിനിടെ ചോദ്യരൂപത്തിൽ കോടതി അക്കാര്യം ആവർത്തിച്ചുറപ്പിച്ചു. ഒടുവിൽ നീതിപീഠത്തിന്റെ കാർക്കശ്യത്തിന് മുന്നിൽ 4.5 വർഷത്തിന് ശേഷം റിപ്പോർട്ട് പുറത്തേക്ക്. ക്യാമറാമാൻ സച്ചിനൊപ്പം എസ് ശ്രീകാന്ത്, 24 കൊച്ചി. സലിം മാലിക് വിശദാംശങ്ങളുമായി. സലിം, ഇപ്പോൾ ഇതിൽ പുറത്തു വന്ന കാര്യങ്ങൾ അത് വളരെ ഞെട്ടലുണ്ടാക്കുന്നതാണ്. ഇതിലെന്താണ് പ്രതിവിധി, എന്തിലേക്കാണ് സർക്കാർ പോകുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. കോൺക്ലേവ്, സിനിമാ നയം, ഇതൊക്കെ മന്ത്രി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തുടർ നടപടി എന്നുള്ളത് വളരെ പ്രധാനം. അതിൽ എന്ത് നടപടി സ്വീകരിക്കാൻ പോകുന്നു എന്നത് സർക്കാർ ഇനി വ്യക്തമാക്കേണ്ടതുണ്ട്. ഒപ്പം ഇത്ര പ്രധാനപ്പെട്ട കാര്യങ്ങളുള്ള റിപ്പോർട്ട് എന്തിന് 4 വർഷം പൂഴ്ത്തിവെച്ചു എന്നുള്ളതിനും സർക്കാർ മറുപടി പറയേണ്ടതല്ലേ? അനുജ ഏറ്റവും അവസാനം പറഞ്ഞത് തന്നെയാണ് ആ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്രയധികം പ്രശ്നങ്ങളുള്ള, അത്രയധികം ഈ ഗുരുതരമായ കണ്ടെത്തലുകളുള്ള ഒരു റിപ്പോർട്ട്, അത് 4.5 വർഷം സർക്കാരിൻ്റെ മേശപ്പുറത്ത് അടയിരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഗുരുതരമായ കാര്യം. അക്കാര്യത്തിൽ സർക്കാർ ഇനിയെങ്കിലും മറുപടി പറയണം. മാത്രമല്ല, അത്രയും കാലം സർക്കാരിൻ്റെ മേശപ്പുറത്ത് ഇരുന്നിട്ടും ഒരു വിധത്തിലുള്ള നടപടിയും അതുമായി ബന്ധപ്പെട്ട് എടുത്തില്ല എന്ന് മാത്രമല്ല, ഒരു സിംഗിൾ സ്റ്റെപ്പ് പോലും അതിനപ്പുറത്തേക്ക് ഈ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്നുള്ളതൊരു ഗുരുതരമായ പ്രശ്നം തന്നെയാണ്. പക്ഷേ അതൊക്കെ പോട്ടെ, ഇനി ഈ റിപ്പോർട്ട് പുറത്തു വന്ന സ്ഥിതിക്ക്, ഈ റിപ്പോർട്ടിൽ പൊതുസമൂഹം തന്നെ ആ വിഷയം അറിഞ്ഞ സ്ഥിതിക്ക് ഇനി എന്ത് നടപടി എന്നുള്ളത് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് അടുത്തതായി ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 3 നിരീക്ഷണങ്ങൾ. അതൊന്ന്, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ ഉണ്ട് ട്രൈബ്യൂണൽ രൂപീകരിക്കണമെന്നുള്ളത്. അതിനായുള്ള ശ്രമങ്ങൾ സർക്കാർ ഇനിയെങ്കിലും ആരംഭിക്കുമെന്ന് കരുതാം. മാത്രമല്ല, ഒരു സിനിമാ കോൺക്ലേവ് സംഘടിപ്പിക്കുക, ഈ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ ചർച്ചകൾ നടത്തുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഒരേ സമയം സർക്കാർ പ്രതിനിധികളും സിനിമാ പ്രതിനിധികളും ഉൾപ്പെടെ ഇരുന്നു കൊണ്ട് ആ വിഷയത്തിലെ പ്രശ്നങ്ങളൊക്കെ പഠിച്ച് ചർച്ച ചെയ്യാനുള്ള ഒരു കോൺക്ലേവ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. മൂന്നാമത്തെ ഒരു കാര്യം സിനിമാ നയമാണ്. അത് ഇന്ന് വരും നാളെ വരുമെന്ന് നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. ഏറ്റവും ഒടുവിൽ ദിവസങ്ങൾക്ക് മുൻപ് മന്ത്രി സജി ചെറിയാൻ തന്നെ അടുത്ത മാസം സിനിമാ നയം രൂപീകരിക്കുമെന്ന് പറഞ്ഞതാണ്. അത് ഇതുവരെയും പലകുറി രൂപീകരിക്കുമെന്ന് പറഞ്ഞെങ്കിലും രൂപീകരിച്ച് കണ്ടിട്ടില്ല. ഇനിയെങ്കിലും അത് രൂപീകരിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല, ഈ സിനിമാ മേഖലയിൽ നേരിടുന്ന പ്രശ്നങ്ങൾ മാത്രമല്ല, അത് ഗുരുതരമായ കാസ്റ്റിംഗ് കൗച്ചിന് വിധേയമാകുന്നു, അതല്ലെങ്കിൽ മറ്റു വലിയ പ്രശ്നങ്ങൾക്കും ലൈംഗിക ചൂഷണത്തിനും ഇരയാകുന്നു എന്നുള്ളത് മാത്രമല്ല, അതിൽ ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കുന്നവർക്കെതിരെ പട്ടിണിക്കിട്ട് പോലും പീഡനം എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിലെ കണ്ടെത്തൽ. മാത്രമല്ല, തൊഴിൽ നിഷേധം ഉൾപ്പെടെയുള്ള വലിയ പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ട് താനും. അതുകൊണ്ട് തന്നെ ഈ കോക്കസിനെ എത്രയും വേഗത്തിൽ എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയുമെന്നുള്ളൊരു വലിയ ചോദ്യം മുന്നിലുണ്ട്. കാരണം ഇതൊരു വലിയ പവർ ഗ്രൂപ്പ് എന്ന് തന്നെ പറയുന്ന ആ പവർ ഗ്രൂപ്പ് ആരാണ് എന്നതിനപ്പുറത്തേക്ക് ആ പവർ ഗ്രൂപ്പിനെ എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയും എന്നുള്ളത് മറ്റൊരു പ്രധാന ചോദ്യമാണ്. കാരണം ഉന്നതങ്ങളിൽ പിടിപാടുള്ള വലിയ, നമ്മൾ തന്നെയൊക്കെ ആരാധിക്കുന്ന പല പ്രമുഖന്മാരും പല വലിയ പേരുകളും അതുമായി ബന്ധപ്പെട്ട പവർ ഗ്രൂപ്പിന് പിന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ എങ്ങനെയാണ് നിയന്ത്രിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. മാത്രമല്ല, ഇപ്പോൾ തന്നെ ഈ റിപ്പോർട്ട് പുറം ലോകം കാണാതിരിക്കാനുള്ള ഇടപെടലുകൾ, അത് സമാനതകളില്ലാത്ത ഇടപെടലുകളായിരുന്നു കഴിഞ്ഞ 4.5 വർഷം സർക്കാരിന് മേൽ ഉൾപ്പെടെ സമ്മർദ്ദമായി ഉണ്ടായിരുന്നത്. അതിനൊടുവിൽ ഏറ്റവും അവസാനം കണ്ട നാടകീയതകളൊക്കെ നമ്മൾ കണ്ടതാണ്. നടി രഞ്ജിനി ഒരു ഹർജിയുമായി പോകുന്നു. പക്ഷേ അത് ആ റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാനുള്ള ഹർജി നടി രഞ്ജിനിയാണ് കോടതിയുമായി ബന്ധപ്പെട്ട് സമീപിക്കുന്നതെങ്കിലും അത് നടി രഞ്ജിനിയുടെ മാത്രം ബുദ്ധിയല്ല എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം നടി രഞ്ജിനി ഈ ദിവസവും, ഈ കോടതി പരിഗണിക്കുന്ന ദിവസവും ഒരു സീരിയൽ ഷൂട്ടിന്റെ തിരക്കിലായിരുന്നു, ഇതുമായി ബന്ധപ്പെട്ടുള്ള തിരക്കിലായിരുന്നു. പക്ഷേ അതേസമയം കോടതിയിൽ കൃത്യമായ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാൻ പല വമ്പന്മാരും പല വിധത്തിലുള്ള ഇടപെടലുകൾ നടത്തി എന്നുള്ളത് ഒരു തർക്കവുമില്ലാത്ത കാര്യമാണ്. പക്ഷേ 4.5 വർഷത്തെ പോരാട്ടത്തിനൊടുവിൽ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം പല വിധത്തിലും സർക്കാർ ആ റിപ്പോർട്ട് പുറത്തുവിടാതിരുന്നിട്ടും മാധ്യമപ്രവർത്തകരുടെയൊക്കെ നിരന്തരമായ ഇടപെടൽ മൂലം ആ റിപ്പോർട്ട് വെളിച്ചം കാണുകയാണ്. അപ്പോഴും നിർണായകമായ 66 പേജുകൾ അതുമായി ബന്ധപ്പെട്ടില്ല. അതിൽ ഈ ഇരയാക്കപ്പെട്ടവരുടെ മൊഴികൾ, അവരുടെ സ്വകാര്യത സൂക്ഷിക്കുക എന്നുള്ളത് കൊണ്ടാണ് ആ റിപ്പോർട്ടിലെ ഈ 66 പേജുകൾ ഒഴിവാക്കിയത്. പക്ഷേ അതുകൊണ്ട് ഈ വേട്ടക്കാരുടെ പേരുകൾ കൂടി അതിൽ മുങ്ങിപ്പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ മാത്രമല്ല, ഇതൊരു കമ്മിറ്റി റിപ്പോർട്ട് മാത്രമാണ്, മൊഴികൾ മാത്രമാണ്. അതെല്ലാം കണ്ടെത്തി
കണ്ടെത്തിയതിന് ശേഷം മാത്രമേ ഈ വേട്ടക്കാരെ പുറത്ത് അറിയിക്കാൻ കഴിയൂ എന്നുള്ളതാണ്. ഇതിനോടകം തന്നെ കേസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ എടുക്കണമെന്ന് വിവിധ സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പല വിധത്തിൽ സർക്കാരിന് മേൽ സമ്മർദ്ദമേറുന്നുണ്ട്. അത് സിനിമയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഇടപെടൽ നടത്തണം, മാത്രമല്ല ഈ പ്രശ്നക്കാർക്കെതിരായി കേസുകൾ ഉൾപ്പെടെയുള്ള നടപടികൾ എടുക്കണമെന്നതുൾപ്പെടെയുള്ള പല നിർദ്ദേശങ്ങൾ സർക്കാരിന് മുൻപിലുണ്ട്. ആ നിർദ്ദേശങ്ങളെ സർക്കാർ ഇനി എങ്ങനെ പരിഗണിക്കും, അതല്ലെങ്കിൽ ഏത് നിലയിൽ ആ നിർദ്ദേശങ്ങൾക്ക് സർക്കാർ വില കൽപ്പിക്കുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. അപ്പോഴും നമ്മളെയൊക്കെ ഞെട്ടിക്കുന്ന റിപ്പോർട്ട് എന്ന് എല്ലാ അർത്ഥത്തിലും പറയാൻ കഴിയും. കാരണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന 233 പേജ് റിപ്പോർട്ടിൽ അത് നമ്മൾ ഇങ്ങനെ മറിച്ചു പോകുമ്പോൾ ആ 233 പേജുകളിൽ നിയമലംഘനങ്ങളുടെ, സ്ത്രീവിരുദ്ധതയുടെ, ആണഹങ്കാരത്തിൻ്റെ ഘോഷയാത്രയാണ് ഈ റിപ്പോർട്ടുകളിൽ അത്രയുമുള്ളത്. അതുകൊണ്ട് തന്നെ ആ റിപ്പോർട്ട് അത് അതിഗുരുതരമായ പ്രശ്നങ്ങളുള്ള, അതിഗുരുതരമായ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട മലയാള സിനിമ എന്ന് മാത്രമല്ല കേരളത്തിൻ്റെ തന്നെ പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗങ്ങളിലൊന്നായ മലയാള സിനിമയിലെ ഇത്രയധികം പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളത് ഉറപ്പായും അത് വെറുതെ കളയേണ്ടതോ വെറുതെ തള്ളിക്കളയേണ്ടതോ ആയ ഒരു കാര്യമല്ല. പ്രത്യേകിച്ചും ഒരു തൊഴിലിടത്തിൽ ഈ റിപ്പോർട്ടിൽ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, മറ്റേതെങ്കിലും തൊഴിലിടത്തിൽ ഒരു സ്ത്രീക്ക് സ്വന്തം രക്ഷകർത്താക്കളുമായി സുരക്ഷയ്ക്ക് വേണ്ടി പോകേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഒരു ഡോക്ടർക്ക്, ഒരു എഞ്ചിനീയർക്ക്, അതല്ലെങ്കിൽ ഒരു IT പ്രൊഫഷൻ, അങ്ങനെ ഏതെങ്കിലും മേഖലയിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ മേഖലകളിൽ പണിയെടുക്കുന്ന മറ്റേതെങ്കിലും മേഖലയിൽ ഏതെങ്കിലും ഒരാൾക്ക് ഇത്തരത്തിൽ സ്വന്തം മകളെ, അതല്ലെങ്കിൽ സ്വന്തം സഹോദരിയെ അങ്ങനെ സുരക്ഷയ്ക്കായി ഈ സ്ത്രീക്കൊപ്പം പോകേണ്ടി വരുന്നത് അതൊരു ഗതികേടാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയങ്ങൾ പരിഹരിക്കണമെന്നുള്ളതാണ് ഈ കമ്മിറ്റി റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ പുറത്തു വന്ന റിപ്പോർട്ട്, ഈ റിപ്പോർട്ടിലെ പല കാര്യങ്ങളും നമ്മൾ ഈ മലയാള സിനിമയിൽ അത്തരത്തിലുള്ള മോശം പ്രവണതകളൊക്കെ നിലനിന്നിരുന്നു എന്ന് പല കാലങ്ങളിൽ പലരുടെയും ഭാഗത്ത് നിന്ന് അഭിപ്രായങ്ങൾ ഉയർന്നിട്ടുണ്ട്. പക്ഷേ അതൊരു സർക്കാരിന്റെ ഔദ്യോഗിക സ്വഭാവത്തിൽ രാജ്യത്ത് ആദ്യമായാണ് ഇത്തരത്തിൽ ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ എന്ത് എന്നത് പഠിക്കാൻ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചത്. പക്ഷേ ആ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ച് 4.5 വർഷം കഴിഞ്ഞാണ് അത് വെളിച്ചം കാണുന്നത്. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, ആണധികാരം അതിൻ്റെ ഏറ്റവും മോശമായ രീതിയിൽ എങ്ങനെയാണ് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നത്, ലൈംഗിക ചൂഷണം, മദ്യ ലഹരി മാഫിയ അഴിഞ്ഞാടുന്നത് എങ്ങനെ, ഒപ്പം നടിമാർക്ക് ഏത് തരത്തിലേക്കാണ് പ്രാഥമിക സൗകര്യം പോലും നിർവഹിക്കാൻ അവസരം ഇല്ലാത്തത്, അവകാശമില്ലാത്തത് എന്നതൊക്കെ ഇതിൽ വ്യക്തമായി പറയുന്നുണ്ട്. ഇനി എന്താണ് സർക്കാർ സ്വീകരിക്കാൻ പോകുന്ന നടപടി എന്നുള്ളത് തന്നെയാണ് വളരെ പ്രധാനം. ആ നടപടിയിലേക്ക് സർക്കാർ കടക്കുമെന്ന് തന്നെയാണ് നമ്മളുടെ എല്ലാവരുടെയും പ്രതീക്ഷ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മറ്റൊരു വാർത്തയിലേക്കാണ്. ഇനി മലയാള സിനിമ നിയന്ത്രിക്കുന്നത് മാഫിയ സംഘമെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. 15-അംഗ മാഫിയ സംഘത്തിന്റെ തലവൻ മലയാള സിനിമയിലെ പ്രമുഖനാണ്. മലയാള സിനിമയിലെ ഒരു നടൻ ഈ പവർ ഗ്രൂപ്പിനെ മാഫിയ സംഘമെന്ന് വിശേഷിപ്പിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. ലൈംഗിക ചൂഷണവും ലഹരി ഗ്രൂപ്പുകളും വിഹരിക്കുന്ന മലയാള സിനിമാ മേഖലയെ നിയന്ത്രിക്കുന്നത് ഒരു മാഫിയ സംഘമെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നു. സംവിധായകരും നടന്മാരും നിർമ്മാതാക്കളും ഉൾപ്പെടെ 15 പുരുഷന്മാരടങ്ങുന്ന പവർ ഗ്രൂപ്പ്. അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് മലയാള സിനിമ പോകുന്നത്. ഒരു പ്രമുഖ നടനാണ് പവർ ഗ്രൂപ്പിന്റെ തലവൻ. അയാളെ എതിർക്കുന്നവരെ സിനിമാ രംഗത്ത് നിന്ന് തന്നെ തുടച്ചു നീക്കും. മലയാള സിനിമയിലെ മറ്റൊരു നടനെ 15 പേരടങ്ങുന്ന ഈ പവർ ഗ്രൂപ്പ് ബാൻ ചെയ്തു. സിനിമയിൽ നിന്നും വിലക്കിയ നടൻ സീരിയലെത്തിയെങ്കിലും അവിടെയും പവർ ഗ്രൂപ്പുകളാണ് കാര്യങ്ങൾ തീരുമാനിച്ചത്. ആരെയും മാറ്റി നിർത്താനും പുറത്താക്കാനുമുള്ള അധികാരം ഈ മാഫിയ സംഘത്തിനുണ്ട്. അറിഞ്ഞോ അറിയാതെയോ സംഭവിക്കുന്ന തെറ്റുകൾ പോലും പവർ ഗ്രൂപ്പ് തലവൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പ്രതികാര നടപടി അനുഭവിക്കേണ്ടി വരുമെന്നും മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നു. പവർ ഗ്രൂപ്പ് മാഫിയ സംഘത്തിന് താല്പര്യമില്ലാത്ത ഒരു പ്രമുഖ സംവിധായകനെ വിലക്കുകയും ആ സംവിധായകന്റെ സിനിമകളിൽ ജോലി ചെയ്യുന്ന സാങ്കേതിക പ്രവർത്തകരെ ഉൾപ്പെടെ പരസ്യമായി വിലക്കുകയും ചെയ്തു. എഗ്രിമെന്റുകൾ പോലും കാറ്റിൽ പറത്തുന്ന രീതിയിൽ മാഫിയ സംഘം അഴിഞ്ഞാടുകയാണെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നു. മലയാള സിനിമയിലെ ഒരു വിഗ്രഹമാണ് ആ പവർ ഗ്രൂപ്പിന്റെ തലവനെന്ന ഉറപ്പ്. അവരുടെ പ്രതികാരാഗ്നിയിൽ കരിയർ തന്നെ നശിച്ചുപോയ പലരുമുണ്ടെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറയാതെ പറയുന്നു. ഷെഫീദ് റാവുത്തർ, 24, തിരുവനന്തപുരം. വീണ്ടും സലിം മാലിക്കിലേക്ക്. സലിം, ഇപ്പോൾ പല വിഗ്രഹങ്ങളും തകരുമെന്നുള്ളതാണ് റിപ്പോർട്ടിൽ തന്നെ പറയുന്നത്. ഇതിൽ അമ്മ പോലെയൊക്കെയുള്ള സംഘടനകളുടെ പ്രതികരണം വരുന്നു. അവർക്ക് കാര്യങ്ങൾ വിശദമായി പഠിച്ചു വേണം ഒരു തീരുമാനത്തിലേക്ക് എത്താൻ എന്നതാണ്. അപ്പോൾ ഏത് തരത്തിലേക്ക് സർക്കാരിനൊരു തുടർ നടപടിയിലേക്ക് പോകാൻ കഴിയും? പ്രത്യേകിച്ച് ഈ സംഘടനകളുടെ നിലപാടൊക്കെ നിർണായകമാകില്ലേ? മാക്ട, ഫെഫ്ക, അമ്മ പോലെയൊക്കെയുള്ള സംഘടനകൾ ഈ സംഘടനകളുമായി യോജിച്ച് ഇതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്താൻ കഴിയുമെന്നത് എങ്ങനെ പ്രതീക്ഷിക്കാൻ ആകും? അനുജ, അങ്ങനെ എളുപ്പത്തിൽ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോൾ പരിഹരിക്കാൻ കഴിയുന്നതല്ല എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ സർക്കാരിന് അതിൽ ഇടപെടാൻ കഴിയുന്ന എന്ന വിഷയത്തിൽ അത്രയെങ്കിലും ഇടപെടണം എന്നുള്ളതാണ്. ഈ പറയുന്നത് പോലെ തന്നെ ഈ സംഘടനകൾ ഈ റിപ്പോർട്ടിൻ്റെ തന്നെ ഉള്ളടക്കത്തിൽ അത് പുറത്തു വന്നോട്ടെ, അങ്ങനെ ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്ന് അമ്മയിലെയൊക്കെ അംഗങ്ങളൊക്കെ നേരത്തെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നതാണ്. അങ്ങനെ ഒരു ഭൂകമ്പവും ഉണ്ടാകില്ല ഈ റിപ്പോർട്ട് പുറത്തു വന്നാലെന്നൊക്കെ പലകുറി പറഞ്ഞതാണ്. പക്ഷേ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ പേരുകൾ മാത്രം വന്നില്ലെന്നേ ഉള്ളൂ. മലയാള സിനിമയിൽ ഒരു സമാന്തര അധോലോകം പ്രവർത്തിക്കുന്നുണ്ട്
നടക്കുന്നുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമായി. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി ആ റിപ്പോർട്ടിന്റെ ആധികാരികത വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ ഈ അമ്മ ഉൾപ്പെടെയുള്ള സംഘടനകൾ സകലരും അഭിപ്രായം പറയേണ്ടി വരും, അല്ലെങ്കിൽ അതിലെ നിലപാട് പറയേണ്ടി വരും എന്നുള്ളതാണ്. അതുകൊണ്ട് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, ഈ സംഘടനകളെ, ഈ സിനിമാ സംഘടനകളെ സംബന്ധിച്ചിടത്തോളം ഈ ചീത്തപ്പേര് മാറ്റാൻ വളരെയധികം പണിപ്പെടേണ്ടി വരും. അതുകൊണ്ട് സ്വാഭാവികമായും ആ നിലയിൽ സർക്കാരുമായി സഹകരിച്ചുകൊണ്ടുള്ള കോൺക്ലേവുകൾ ഉൾപ്പെടെയുള്ള നിലപാടുകളിലേക്ക് സംഘടനകളും വഴങ്ങും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായി അങ്ങനെ തന്നെ ചെയ്യാനാണ് സാധ്യതയും. അതുകൊണ്ട് തന്നെ സർക്കാർ ഈ സംഘടനകളുമായി തന്നെ കൂടിയാലോചിച്ച്, അതിൻ്റെ തലപ്പത്തുള്ളവരുമായി കൂടിയാലോചിച്ച് ഏത് നിലയിൽ ഇടപെടൽ നടത്തണമെന്നുള്ള കാര്യങ്ങളൊക്കെ പരിഗണിക്കും. അപ്പോഴും ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ആ ഗ്രൂപ്പിന് ഈ അമ്മ ഉൾപ്പെടെയുള്ള സംഘടനകളുമായി വളരെ അടുത്ത ബന്ധമോ അതല്ലെങ്കിൽ അതിൻ്റെ തലപ്പത്തിരിക്കുന്നവരോ അതല്ലെങ്കിൽ അതിൽ വലിയ നിയന്ത്രണമുള്ളവരോ ഒക്കെയാണ്. ആ വിഷയം കൊണ്ട് തന്നെ അതുകൊണ്ട് ഇത് ഇലയ്ക്കും ഉള്ളിലും കേടില്ലാതെ പരിഹരിക്കുക എന്നുള്ളത് തന്നെയാകും ഈ താരസംഘടനകളുടെ ഒപ്പം തന്നെ താരങ്ങളുടെ അല്ലെങ്കിൽ മറ്റ് ഫെഫ്ക പോലുള്ള സംഘടനകളുടെയൊക്കെ ശ്രമം. ആ നിലയിൽ ഇവരുമായുള്ള ഒരു ചർച്ച എന്നുള്ളതാണ് സർക്കാർ ഇനി ആദ്യഘട്ടത്തിൽ ചെയ്യുക. അതിനുശേഷമാകും ഈ റിപ്പോർട്ടിലെ മറ്റു നടപടികളിലേക്ക് കൂടി കടക്കുകയും ചെയ്യുക. മാത്രമല്ല, സിനിമാ നയം രൂപീകരിക്കുമ്പോൾ സ്വാഭാവികമായും ഇത്തരം സംഘടനകളെ, സിനിമയിലെ പ്രധാനപ്പെട്ടവരുടെ WCC ഉൾപ്പെടെയുള്ള സംഘടനകളുടെ ആവശ്യങ്ങളും അവരുടെ തന്നെ അഭിപ്രായങ്ങളും കേട്ടതിന് ശേഷം മാത്രമേ സിനിമാ നയം രൂപീകരിക്കാനും പറ്റൂ. പ്രത്യേകിച്ചും ഈ റിപ്പോർട്ടിൽ തന്നെ WCCക്കെതിരെ ഉൾപ്പെടെയുള്ള പരാമർശങ്ങളുണ്ട് എന്നുള്ളത് കൂടി ശ്രദ്ധേയമാണ്. കാരണം ഒരു നടി ഈ WCCയെ സ്വന്തം വളർച്ചയ്ക്കായി ഉപയോഗിച്ചു. അതിനുശേഷം WCCയിലെ ഈ തുടക്കകാലത്തുണ്ടായിരുന്ന അംഗമായിരുന്നു. പിന്നീട് സ്വന്തം വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയും അതിനുശേഷം പിന്നീട് പല വിഷയങ്ങളും അതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ സ്ത്രീകൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും സിനിമാ മേഖലയിൽ ഇല്ല എന്നുള്ള മൊഴി ഉൾപ്പെടെ നൽകുകയും ചെയ്തു. ആ നടിക്ക് മാത്രം ആവശ്യത്തിന് അവസരം WCCയിൽ നിന്ന് പിന്നീട് ലഭിച്ചു എന്നതുൾപ്പെടെയുള്ള പരാമർശങ്ങളൊക്കെ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും WCC കൂടി ഈ വിഷയത്തിൽ ഈ പ്രതിപ്പട്ടികയിൽ തന്നെ വരുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട പ്രധാനപ്പെട്ട കാര്യം. ആ നിലയിൽ ഇത്തരത്തിലുള്ള എല്ലാ സംഘടനകളെയും കൂട്ടിച്ചേർത്ത് പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇനി മുന്നോട്ട് വയ്ക്കുന്ന, അതല്ലെങ്കിൽ സർക്കാർ മുന്നിലേക്ക് കൊണ്ടുപോകുന്ന കാര്യം. അതെങ്ങനെ എന്നുള്ളത് വലിയ ചർച്ചകൾക്ക് ശേഷമേ നടപ്പിലാക്കാനും കഴിയൂ. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നൽകിയിരിക്കുന്ന ചില ശുപാർശകളാണ്. അതൊരു കമ്മിറ്റിയുടെ ശുപാർശയാണ്. ആ ശുപാർശകൾ മുഴുവൻ അപ്പാടെ ആ നിലയിൽ തന്നെ അംഗീകരിക്കുക എന്നുള്ളത് ഒരു കമ്മിറ്റി റിപ്പോർട്ടും ഒരു കാലത്തും നടപ്പിലാക്കിയ രീതിയുമില്ല. അതുകൊണ്ട് അത് കൂടുതൽ പഠനങ്ങൾക്ക് ശേഷമാകും നടപ്പിലാക്കുക. അതെ, അതാണിപ്പോൾ WCCയുടെ പ്രതികരണം കൂടി വരുന്നുണ്ട്. ഒരു ഫേസ്ബുക്ക് കുറിപ്പായി അവർ പ്രതികരിക്കുന്ന, അവർ നന്ദി പറയുകയാണ് ഹേമ കമ്മിറ്റിക്ക്, ഒപ്പം തന്നെ സർക്കാരിന്, വനിതാ കമ്മീഷന്, മാധ്യമങ്ങൾക്കെല്ലാം അവർ നന്ദി പറയുന്നു. ഇനി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വളരെ വേഗം തന്നെ നടപടികൾ ഉണ്ടാകും എന്ന പ്രതീക്ഷയും അവർ വച്ചുപുലർത്തുന്നുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 4.5 വർഷത്തിന് ശേഷം പുറത്തു വരുമ്പോൾ WCCയുടെ പ്രതികരണവും വരുന്നു. ഫേസ്ബുക്ക് കുറിപ്പായാണ് അവരുടെ പ്രതികരണം വന്നിട്ടുള്ളത്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി. വിഷ്ണു, തങ്ങൾ നടത്തിയ പോരാട്ടം അത് ഫലം കണ്ടിരിക്കുന്നു, തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് എന്നത് ഈ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ വെളിവാകുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് എന്ത് സർക്കാർ നടപടി സ്വീകരിക്കാൻ പോകുന്നു എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. എന്താണ് ഫേസ്ബുക്ക് കുറിപ്പിലുള്ളത്? അനുജ, ഈ റിപ്പോർട്ട്, ഈ കമ്മിറ്റി രൂപീകരിക്കുന്നതിലേക്കും അതോടൊപ്പം തന്നെ റിപ്പോർട്ട് പുറത്തു വരുന്നതിലേക്കുമെല്ലാം WCC വഹിച്ചൊരു പങ്ക് അത് എടുത്തു പറയേണ്ടതാണ്. പലപ്പോഴും അവർ സൈബർ ഇടങ്ങളിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്ന വിമർശനങ്ങളൊക്കെ പല കോണിൽ നിന്ന് ഉയർന്നെങ്കിലും ഈ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയ പോരാട്ടത്തിന്റെ വിജയം കൂടിയാണ് ഈ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത്. അത് അവർ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് സ്ത്രീകളുടെ ശബ്ദമാണ്. ഈ ശബ്ദം ശക്തമായി തന്നെ ഉയർന്നു കേൾക്കണം എന്നാണ് അവർ പറയുന്നത്. ഒപ്പം സർക്കാരിനോട് അവർ ആവശ്യപ്പെടുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ശുപാർശകൾ കൃത്യമായി നടപ്പാക്കാൻ സർക്കാർ തയ്യാറാകണം. അങ്ങനെ തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇത് ആദ്യമായാണ് ചരിത്രത്തിൽ ഇത്രയധികം ഈ മലയാള സിനിമയുമായി ബന്ധപ്പെട്ട് ഇത്രയും വലിയ ലിംഗവ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ലിംഗഭേദ വേർതിരിവുകളൊക്കെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് പുറത്തു വരുന്നത്. അത് തങ്ങളുടെ കൂടി പോരാട്ടത്തിന്റെ ഭാഗമായതിൽ വലിയ അഭിമാനമുണ്ട് എന്നായിരുന്നു അവരുടെ പ്രസ്താവന. അത് എടുത്തു പറയേണ്ട ഒന്നുകൂടിയാണ് അവരുടെ ഈ നിലപാടുകൾ. കോടതിയിൽ ഉൾപ്പെടെ അവർ സ്വീകരിച്ച നിലപാടും. അനുജ, അതാണ് നന്ദി അറിയിക്കുകയാണ് WCC. ഒപ്പം തന്നെ സർക്കാർ ഈ ശുപാർശകൾ, കമ്മിറ്റി റിപ്പോർട്ടിലുള്ള ശുപാർശകൾ ഏത് തരത്തിലേക്ക് പരിഗണിച്ച നടപടിയിലേക്ക് പോകും എന്നുള്ളത് അവർ അത് ഉറപ്പാക്കണം എന്നുകൂടി പറഞ്ഞാണ് ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിക്കുന്നത്. ഇന്ന് സംഭവിച്ചത് ഇവിടെ അവസാനിക്കുകയാണ്.